ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും മാറ്റങ്ങളും കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സൂപ്പർ പവറിനെ കുറിച്ചാണ്. എന്താണെന്നല്ലേ? വിഷ്വലൈസേഷൻ. ഈ വിഷ്വലൈസേഷൻ്റെ വീഡിയോ, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും, എന്നാലും കുറേ പേർക്ക് ഇതിൽ നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമെന്ന് തോന്നുന്നുണ്ട്. അതായത്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് അത് യാഥാർത്ഥ്യമാക്കാം. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നും ഇതൊക്കെ ഒരു വെറും തമാശയല്ലേ എന്ന്. പക്ഷേ ഇത് വെറും തമാശയല്ല, ഇതിന് പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട്. അത് നമ്മൾ ഇന്നൊരു കഥയിലൂടെ വിശദമായിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരുന്നോളൂ. ഒരു നല്ല കഥയും അതുപോലെ കുറച്ച് കാര്യങ്ങളും ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. ഒരുപാട് കാലം മുമ്പ് ജീവിച്ചിരുന്ന പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞനും ആത്മീയ ഗുരുവുമായിരുന്ന ഡോക്ടർ ജോസഫ് മർഫിയുടെ ജീവിതത്തിൽ നടന്ന ഒരു യഥാർത്ഥ കഥയിലൂടെ നമുക്ക് ഈ രഹസ്യം മനസ്സിലാക്കാം. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ല, പക്ഷേ ഇത് സത്യമാണ് കേട്ടോ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ പോലെ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉള്ളൊരമ്മ. അവരുടെ ഭർത്താവ് മരിച്ചു പോയിരുന്നു. അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്കൊരു വീടുണ്ടായിരുന്നു. അവർ ആ വീട് വിൽക്കാൻ വേണ്ടി ഒരുപാട് കാലമായിട്ട് ശ്രമിക്കുകയായിരുന്നു. 1 വർഷത്തിന് മുകളിലായിട്ട് അവർ ആ വീട് വിൽക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഒരു കാര്യമില്ല. വീട് കാണാൻ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, അവർക്കൊക്കെ വീട് ഇഷ്ടപ്പെടുന്നുമുണ്ട്. പക്ഷേ വാങ്ങാൻ മാത്രം ആരും താല്പര്യം കാണിക്കുന്നില്ല. വിലയെക്കുറിച്ച് ആർക്കും ഒരു പരാതി ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്ങനെയോ ഇടപാട് നടക്കുന്നില്ല. ഈ വീടിൻ്റെ പരിപാലനവും മറ്റ് ചിലവുകളും ആ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് താങ്ങാൻ കഴിയുമായിരുന്നില്ല. അവർക്കാണെങ്കിൽ വീട് വിറ്റ് ശാന്തമായിട്ട് ജീവിക്കാൻ റിട്ടയർമെൻറ്റ് കമ്മ്യൂണിറ്റിയിലേക്ക് മാറണം എന്നായിരുന്നു ആഗ്രഹം. അവിടെ അവർക്ക് വേണ്ടി ഒരു അപ്പാർട്ട്മെൻറ്റ് 1 മാസത്തേക്ക് റിസർവ് ചെയ്തിരുന്നു. പക്ഷേ 1 മാസത്തിനുള്ളിൽ വീട് വിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ അപ്പാർട്ട്മെൻറ്റ് അവർക്ക് നഷ്ടമാകും. കൂടാതെ അവർ അഡ്വാൻസ് ആയിട്ട് നൽകിയ തുകയും തിരിച്ചു കിട്ടില്ല. ഒരു വശത്ത് വീട് വിൽക്കാൻ കഴിയുന്നില്ല, മറുവശത്ത് പുതിയ അപ്പാർട്ട്മെൻറ്റ് നഷ്ടപ്പെടാൻ പോകുന്നു. ആ അമ്മ ആകെ നിരാശയിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ അമ്മ ജോസഫ് മർഫിയെ കാണാൻ പോകുന്നത്. തൻ്റെ ദുരിതങ്ങളെല്ലാം അവർ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു. ജോസഫ് മർഫി എല്ലാം ക്ഷമയോടെ കേട്ടു. ശേഷം അദ്ദേഹം ആ അമ്മയോട് ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെട്ടു. കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, പക്ഷേ അത്ഭുതകരമായ ഒരു മാറ്റമാണ് ആ അമ്മയുടെ ജീവിതത്തിൽ പിന്നീട് സംഭവിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: നിങ്ങൾ ഓരോ രാത്രിയിലും ഉറങ്ങുന്നതിന് മുൻപ് $1,00,000 ഒരു ചെക്ക് സ്വന്തം കയ്യിലുള്ളതായിട്ട് സങ്കല്പിക്കുക. അത് അവരുടെ വീടിൻ്റെ വിലയായിരുന്നു കേട്ടോ. എന്നിട്ട് ആ ചെക്ക് ബാങ്കിൽ കൊടുത്തതിന് ശേഷം മനസ്സിൽ നിറഞ്ഞ സംതൃപ്തിയോടെ തിരികെ വരുന്നതായിട്ട് ഭാവനയിൽ കാണുക. അതിനുശേഷം നിങ്ങളുടെ പുതിയ അപ്പാർട്ട്മെൻറ്റിലേക്ക് താമസം മാറുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങൾ ആ പുതിയ ബെഡ്റൂമിൽ സുഖമായിട്ട് ഉറങ്ങാൻ തയ്യാറെടുക്കുന്നു. ആ നിമിഷത്തിൽ നിങ്ങൾ പൂർണ്ണമായും സന്തോഷവതിയാണ്. ഈ സന്തോഷത്തിൽ നിങ്ങൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതിന് മുൻപ് ഈ വാക്കുകൾ ഹൃദയത്തിൽ നിന്ന് പറയുക: എൻ്റെ പ്രാർത്ഥന സഫലമായതിന് നന്ദി, എല്ലാം ശുഭകരമായ രീതിയിൽ സംഭവിച്ചതിന് നന്ദി. അതായത്, ഒരു കാര്യത്തെക്കുറിച്ചും പേടിക്കാതെ ആ വീട് ഇതിനോടകം വിറ്റുപോയെന്നും പുതിയ അപ്പാർട്ട്മെൻറ്റിൽ സന്തോഷത്തോടെ താമസിക്കുന്നു എന്നും പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. ആ സന്തോഷം മനസ്സിൽ നിറച്ച് ഉറങ്ങാൻ പോവുക. കേൾക്കുമ്പോൾ ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ? പക്ഷേ ആ അമ്മ ഡോക്ടർ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ചു. തുടർച്ചയായിട്ട് 3 രാത്രികൾ അവർ അത് ചെയ്തു. വീട് വിറ്റ് കഴിഞ്ഞപ്പോൾ കിട്ടുന്ന സന്തോഷം അവർ ശരിക്കും മനസ്സിൽ ഫീൽ ചെയ്തു. വെറും 3 ദിവസം. 4ാമത്തെ ദിവസം രാവിലെ അവർക്കൊരു ഫോൺ കോൾ വന്നു. അവരുടെ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആയിരുന്നു വിളിച്ചത്. അമ്മേ, ഒരു സന്തോഷ വാർത്തയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈസ്റ്റ് കോസ്റ്റിൽ നിന്നുള്ള ഒരു വലിയ ബിസിനസ്സുകാരൻ നിങ്ങളുടെ വീട് അന്വേഷിക്കുന്നു എന്ന്. ഇത് കേട്ടപ്പോൾ തന്നെ ആ അമ്മയ്ക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി തോന്നി കേട്ടോ. 1 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം വീട്ടിലെത്തി. വീട് കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമായി. അദ്ദേഹം വേറെ ഒന്നും നോക്കിയില്ല. അന്ന് ഉച്ചയോടെ അവർക്ക് ഒരു ചെക്ക് ലഭിച്ചു. എത്ര രൂപയുടെയാണെന്നറിയാവോ? അവർ മനസ്സിൽ കണ്ട അതേ $1,00,000.
ഇവിടെ ഒരു ചോദ്യമുണ്ട്. 1 വർഷം ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യം എങ്ങനെ 3 ദിവസം കൊണ്ട് സംഭവിച്ചു? ഇതിന് പിന്നിൽ എന്തെങ്കിലും കോയിൻസിഡൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇവിടെ ശരിക്കും മാറിയത് എന്താണെന്നറിയാമോ? ആ അമ്മയുടെ ഫീലിംഗ് ആണ്, അവരുടെ മൈൻഡ് സെറ്റാണ് അവിടെ മാറിയത്. നമ്മളൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ അത് വെറുതെ മനസ്സിൽ കണ്ടാൽ മാത്രം പോരാ, അത് നമുക്ക് ലഭിച്ചു എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ആ സന്തോഷം ഇപ്പോൾ തന്നെ അനുഭവിക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സീക്രട്ട്. നിങ്ങൾ വിശ്വസിച്ച് ആ ഫീലിങ്ങിനെ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ലോകം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഇത് നിങ്ങൾക്കും ഇന്ന് തന്നെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതെന്തായാലും സാരമില്ല. ഒരു പുതിയ ജോലി, പുതിയ വീട്, കാറ്, അല്ലെങ്കിൽ ഒരു പുതിയ ബന്ധം, എന്തായാലും ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ആഗ്രഹം സഫലമായതായിട്ട് മനസ്സിൽ കാണുക. അതിൻ്റെ സന്തോഷം അനുഭവിക്കുക. ആ സംതൃപ്തിയിൽ മുഴുകി ഉറങ്ങാൻ ശ്രമിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി പറയുക. കാരണം ഇതിനോടകം സഫലമായി കഴിഞ്ഞു. ആ ഒരു ഫീലിങ്ങിൽ നിങ്ങൾ ഉറങ്ങാൻ പോയാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരും. കാരണം നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു കേട്ടോ. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്